ഫെബ്രുവരി 14 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ സിറിലും മെത്തോഡിയൂസും, വിശുദ്ധ വലന്റൈൻ, വിശുദ്ധ അബ്രഹാം, വിശുദ്ധ സിറിയോനും ബാസ്യനും, അഗാഥയും മോസസും, വിശുദ്ധ ഡൈനീഷ്യസും അമ്മോണിയൂസും, വിശുദ്ധ അന്റോണിനൂസ്, വിശുദ്ധ ബൗസൂസ്, വിശുദ്ധ ആന്റണി, വിശുദ്ധ പ്രോട്ടോളിക്കൂസ്. വിശുദ്ധ സിറിലും മെത്തോഡിയൂസും 827 868 മെത്തോഡിയൂസ് 826 885 കാലഘട്ടത്തിലുമാണ് ജീവിച്ചിരുന്നത്. തെസ്ലോണിക്കായിൽ ജനിച്ച 2 സഹോദരന്മാരാണിവർ. ലൗകിക ബഹുമാനങ്ങളും സുഖങ്ങളും പരിത്യജിച്ച് ബോസ്ഫറസിൽ ഒരാശ്രമത്തിൽ ചേർന്ന് ഇവർ വൈദികരായി. 858 ഇരുവരും കൂടി കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയി മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. നിരവധി ഖാസർമാരെ അവർ മാനസാന്തരപ്പെടുത്തി. 863 2 സഹോദരന്മാരുടെ കൂടെ മൊറാവിയയിലേക്ക് തിരിച്ചു. സിറിലി എന്ന നാമധേയത്തിൽ ഒരു അക്ഷരമാല സിറിൽ രൂപപ്പെടുത്തി. അതാണ് റഷ്യൻ അക്ഷരമാല അടിസ്ഥാനം. മെത്തോഡിയൂസിന്റെ സഹായത്തോടെ സിറിൽ തിരുക്കർമ്മങ്ങളും സുവിശേഷങ്ങളും സ്ലാവ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അവിടെ നിന്ന് അവർ റോമായിലേക്ക് പോയി. 2 പേരും മെത്രാന്മാരായി അഭിഷേകം ചെയ്യപ്പെട്ടു. അവിടെ വെച്ച് സിറിൽ മരിച്ചു. മെത്തോഡിയൂസ് മൊറാവിയയുടെയും വന്നോണിയുടെയും ആർച്ച് ബിഷപ്പായി. അവിടെ അദ്ദേഹത്തിന് ജർമ്മൻ മെത്രാന്മാരോട് ഏറ്റുമുട്ടേണ്ടി വരികയും അവർ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും ചെയ്തു. 8-ാം യോഹന്നാൻ പാപ്പ അദ്ദേഹത്തെ പുനർപ്രതിഷ്ഠിച്ചു. പിന്നീട് ഉത്തര മൊറാവിയയിൽ ബൊഹീമിയരെയും പോളിഷുകാരെയും ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ മെത്തോഡിയൂസിന് കഴിഞ്ഞു. മെത്തോഡിയൂസ് കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ചാണ് മരിച്ചത്. സിറിലും മെത്തോഡിയൂസും അഭിമുഖം നിന്ന് ഒരു ദേവാലയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. സ്ലാവോണിക് അക്ഷരമാല അവരുടെ കരങ്ങളിൽ വഹിക്കുന്നതായും ചിത്രീകരിക്കപ്പെടുന്നു. ഈ വിശുദ്ധ സഹോദരങ്ങളാണ് സ്ലാവോണിക് സഭയുടെ സ്ഥാപകന്മാർ. ജ്യേഷ്ഠാനുജന്മാർ ഇങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് എത്ര മധുരവും മനോഹരവുമാണ്. സിറിലിൻ്റെയും മെത്തോഡിയൂസിൻ്റെയും സഹോദര സ്നേഹം ഒരു ജ്യേഷ്ഠാനുജന്മാർക്ക് ഉത്തേജകമായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് മറ്റൊരു വിശുദ്ധനെ കൂടി പരിചയപ്പെട്ടാലോ? വിശുദ്ധ വാലന്റൈൻ. 270 കാലഘട്ടത്തിലാണ് വിശുദ്ധ വാലന്റൈൻ ജീവിച്ചിരുന്നത്. ക്ലോഡിയസ് ദ്വിതീയന്റെ മതപീഡന കാലത്ത് രക്തസാക്ഷികളെ സഹായിച്ചിരുന്ന ഒരു പുരോഹിതനാണ് വലന്റൈൻ. വിശുദ്ധ മാരിയൂസും കുടുംബവും വലന്റൈന്റെ സഹായത്തിലുണ്ടായിരുന്നു. അവസാനം വലന്റൈനും അറസ്റ്റ് ചെയ്യപ്പെടുകയും റോമൻ പ്രീഫെക്റ്റിന്റെ അടുക്കിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസം നിഷേധിക്കുകയാണെങ്കിൽ പല സമ്മാനങ്ങളും നൽകാമെന്ന് പ്രീഫെക്റ്റ് വാലന്റൈനോട് വാഗ്ദാനം ചെയ്തു. അവയൊന്നും പാലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പ്രീഫെക്റ്റ് ആജ്ഞാപിച്ചു: വാലന്റൈനെ വടികൊണ്ട് അടിക്കുക, അനന്തരം അവന്റെ തല വെട്ടുക. 270 ഫെബ്രുവരി 14-ാം തീയതിയായിരുന്നു അദ്ദേഹത്തിന്റെ ശിരച്ഛേദം. വാലന്റൈന്റെ സ്മരണയ്ക്കായി ജൂലിയസ് പ്രഥമൻ പാപ്പ ഒരു പള്ളി പണിയുകയുണ്ടായി. വിശുദ്ധ ഗ്രിഗറിയുടെ കൂദാശ പുസ്തകത്തിൽ രക്തസാക്ഷിയായ വാലന്റൈൻ അനുസ്മരിക്കപ്പെടുന്നുണ്ട്. ഫെബ്രുവാത്തോ യൂത്തോ എന്ന ദേവിയുടെ ബഹുമാനാർത്ഥം ഫെബ്രുവരി 15-ാം തീയതി ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പേര് നറുക്കിട്ടെടുക്കുകയും അവരെ സേവിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് നൽകുന്ന നറുക്കിന് വലന്റൈൻ എന്നായിരുന്നു പേരിട്ടിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ഈ സമ്പ്രദായം പൂർണ്ണമായും നിർത്തി. അതിനു പകരം അവരവർ അനുകരിക്കേണ്ട വിശുദ്ധന്റെ പേര് എഴുതി കൊടുത്തിരുന്നു. ഓരോ ദിവസവും ഓരോ വിശുദ്ധന്റെ ജീവചരിത്രം വായിച്ച് അവരുടെ വിശിഷ്ട മാതൃകയെപ്പറ്റി സ്നേഹപൂർവ്വം ധ്യാനിക്കുന്നത് വളരെ ഉചിതമാണെന്ന് വിശുദ്ധ വാലന്റൈൻ്റെ ജീവിതക്രമം നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ വാലന്റൈനെ ഈ ലോകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഭിന്നിച്ച് കഴിയുകയും ചെയ്യുന്ന എല്ലാ സഹോദരന്മാർക്കും വേണ്ടിയും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.